ആരാ? ഇട്ടിച്ചൻ ഇവിടെ ഇല്ല, കുറച്ച് കഴിഞ്ഞ് വന്നാ മതി. അല്ലേ, പണയം വെക്കാൻ വരുന്നവര് നേരെ വീട്ടിനകത്തേക്കാണോ വരുന്നത്? അതെന്നാ മര്യാദയാ? അയ്യോ, ഇട്ടിച്ചൻ ഇങ്ങേരായിരുന്നോ? ഇത്ര നേരം മുമ്പ് നിന്നിട്ടും എനിക്ക് മനസ്സിലായില്ലല്ലോ. നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ സ്വപ്നത്തിൽ കണ്ടതല്ലേ. എന്താ സ്വപ്നം? അല്ല, ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ചോദിച്ചതാ. എന്തൊരു മാറ്റം! നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? ജീവിതം ഒന്നേ ഉള്ളൂ മേരി, അത് ആസ്വദിച്ച് തീർക്കണം. എന്താ മനുഷ്യ, നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നേ? വേഗം ഇതൊക്കെ മാറ്റിയിട്ടേ നിങ്ങളുടെ മുണ്ടും ചുപ്പ എടുത്തിട്ടേ. ഓ, എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ. മാറ്റണ്ട, നല്ല രസമുണ്ട് ഇട്ടിച്ച. എന്തൊരു ചെറുപ്പാ തോന്നിക്കുന്നേ. അയ്യോ എന്റെ കർത്താവേ, നിങ്ങൾ മുടി കറുപ്പിച്ചോ? ഒരു ബ്യൂട്ടി പാർലറിൽ കയറി. നിങ്ങളോ? നിങ്ങൾ അങ്ങനെ കാശ് ചെലവാക്കൂ? ഇനി കുറച്ച് ചെലവാക്കാം. അടുത്ത തവണ ഞാൻ പോകുമ്പോ നീ കൂടെ പോരെ. നിങ്ങളുടെ തലയ്ക്ക് ഓളം വന്ന ഞാൻ അതിനനുസരിച്ച് തുള്ളണോ? എന്റെ കർത്താവേ, ഇങ്ങേരുടെ തലയൊന്ന് നേരെ ആക്കി തന്ന ഞാനൊരു 100 മെഴുതിരി കത്തിച്ചേക്കാം. അയ്യേ, എങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത്? കല്യാണി, നന്നായില്ല അല്ലേ? എന്നേ പൊട്ടക്കണ്ണന്മാരെ പറയൂ. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ പാന്റ്, അതേ ഷർട്ട്. മേരിക്ക് തീരെ പിടിച്ചില്ല. അസൂയ അത് ഇട്ടിച്ചൻ കാര്യാക്കണ്ട. ഏതെങ്കിലും സിനിമാക്കാര് വന്ന് കൊത്തിക്കൊണ്ട് പോവോന്നാ എന്റെ പേടി. ഇനി ഒന്ന് സ്റ്റൈലായിട്ട് കുറച്ച് ഇംഗ്ലീഷും കൂടെ സംസാരിച്ചാലേ ഇട്ടിച്ചൻ പിന്നെ ഇവിടെ ഒന്നും നിക്കില്ല. ഞാൻ പോട്ടെ, ശരിക്കുള്ള ചെറുപ്പക്കാരാ. Mr. George, please come. എന്തെന്നാ വിളിച്ചത്? ജീവിതം ഒന്നേ ഉള്ളൂ, അത് സ്റ്റൈലായിട്ട് തന്നെ ജീവിക്കണം. ഗോ മാർക്കറ്റ് ആൻഡ് മൂക്കുപൊടി. കം, അണ്ടർസ്റ്റാൻഡ്? എങ്ങനെ? മാർക്കറ്റിൽ പോയി മൂക്കുപൊടി വാങ്ങിട്ട് വേടാ എരപ്പാളി. ആ, അങ്ങനെ എനിക്കും കൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറ. ആ